രാഹുലിന്റെ മൗനത്തിലും കനകോലു റിപ്പോർട്ടിലും തട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതത്വത്തിൽ. അന്തിമ തീരുമാനത്തിനായി കേരളത്തിൽ നിന്ന് നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിക്കും. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് നേതാക്കളുടെ വിശദീകരണം. വിജയൻ വായാന്തോട് വിവരങ്ങൾ നൽകും. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും കീറാമുട്ടിയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത്. LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ആദ്യഘട്ട പ്രചരണത്തിൽ സജീവമാവുകയും ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഇന്ന് ഇപ്പോൾ വൈകിട്ടോടുകൂടി NDAയും സ്ഥാനാർത്ഥികളെ ആദ്യഘട്ട BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇനി ഇവരും കൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി മുന്നേറാൻ ആണ് നാളെ മുതൽ പോകുന്നത്. LDF നേരത്തെ തന്നെ ആദ്യഘട്ട പ്രചരണത്തിൽ സജീവമായി 4-5 ദിവസത്തോളമായി LDFിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും കോൺഗ്രസിന് ഇതുവരെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സിറ്റിംഗ് MPമാർ മത്സരിക്കണമെന്ന കാര്യത്തിൽ സുനിൽ കനകോലു നൽകിയ ലിസ്റ്റ് പ്രകാരം ചിലരുടെ പേരുകൾ വെട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ പത്തനംതിട്ടയിലെ ആൻ്റണി ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം വളരെ മോശമായിട്ടാണ് കനകോലു റിപ്പോർട്ട് ചെയ്തത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തതാണ്. എന്തായാലും ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയാണ് NDA ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തോമസ് ഐസക് പ്രചരണത്തിൽ സജീവമാവുകയും ചെയ്തു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ആൻ്റണിയെ മാറ്റുമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകാനുണ്ട്. സിറ്റിംഗ് MPമാരിൽ ആരൊക്കെ മത്സരിക്കും എന്നതാണ് ഇപ്പോൾ തർക്കമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വടകരയിലെയും കണ്ണൂരിലെയും വയനാട്ടിലെയും സ്ഥാനാർത്ഥി തീരുമാനത്തിലും ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വടകരയിൽ K മുരളീധരൻ തന്നെ മത്സരിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞെങ്കിലും കണ്ണൂരിലും ഒപ്പം തന്നെ വയനാട്ടിലും ആലപ്പുഴയിലും ആര് സ്ഥാനാർത്ഥികളാവും, K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. നേരത്തെ ഹൈക്കമാൻഡ് തന്നെ K സുധാകരനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ K ജയന്തിൻ്റെ പേര് നേരത്തെ തന്നെ സുധാകരൻ നിർദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ K ജയന്തിൻ്റെ വിജയസാധ്യത വളരെ കുറവാണ് എന്ന റിപ്പോർട്ടാണ് കനകോലു നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇവിടെ വന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ് വിജയൻ പറഞ്ഞതുപോലെ വയനാട്, കണ്ണൂർ, ആലപ്പുഴ അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായിട്ടില്ല. മുൻപ് സിറ്റിംഗ് MPമാർ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചിടങ്ങളിൽ കനകോലുവിന്റെ റിപ്പോർട്ട് അവർക്ക് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നു അനന്തമായി.